ബി.ജെ.പി. തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷിനെതിരെ ഇന്ന് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് ആരോപണം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ബി.ജെ.പി. മുൻ ജില്ലാ പ്രസിഡന്റിനെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതായത് മഴ കഴിഞ്ഞ് മരം പെയ്തു തുടങ്ങുകയാണോ? അങ്ങനെ പറയേണ്ടി വരും. അതായത് തിരുവനന്തപുരത്തുള്ള ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിന് മുൻപിലെ ഈ മതിൽക്കെട്ടിലാണ് ഇന്ന് രാവിലെ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തെ വി രാജേഷിന്റെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച അന്വേഷണം നടത്തണം. തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വി രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നൊക്കെയാണ് ബി.ജെ.പി. പ്രതികരണ വേദി എന്ന പേരിൽ ഇവിടെ പതിച്ചിരിക്കുന്ന ഈ പോസ്റ്ററിലെ പരാമർശങ്ങൾ. ആരാണ് ഈ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സംസ്ഥാന കാര്യാലയത്തിന് മുമ്പിലും സമാനമായ തരത്തിൽ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. പക്ഷേ ആ പോസ്റ്ററുകൾ ഇപ്പോൾ കാണാനില്ല. ഈ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെടുത്താൻ വി രാജേഷ് നീക്കം നടത്തിയിട്ടുണ്ട്. അതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. പ്രതികരണ വേദിയുടേതെന്ന പേരിൽ ഈ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ബി.ജെ.പി. നേതാക്കളാരും ഇതിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. വി രാജേഷും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. എന്തായാലും ബി.ജെ.പിയുടെ കരുത്തനായ നേതാവായിരുന്നു വി രാജേഷ്. 1 മാസം മുമ്പാണ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി കരമന ജയൻ പകരം ചുമതലയേൽക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനിടെ രാജീവ് ചന്ദ്രശേഖരൻ പുതിയ ചുമതലയിലേക്ക് വന്നതിന് തൊട്ടു പിന്നാലെ വി രാജേഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റർ പതിക്കുമ്പോൾ രാജേഷ് അല്ല ലക്ഷ്യം. അതിന് പിന്നിൽ ഈ ബി.ജെ.പിയിൽ ഏറെ നാളായി വിഭാഗീയത ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അത് മറനീക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിനുള്ള ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പതിച്ചിരിക്കുന്ന വി രാജേഷിനെതിരായ ഈ പോസ്റ്ററുകൾ. ഞാൻ പതിവില്ലാതെ ഞാൻ ആ പോസ്റ്ററിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖരൻ എങ്ങാനും മനസ്സിലാവാൻ വേണ്ടിയാണോ എന്നറിയില്ല, ഇംഗ്ലീഷിലും ഉണ്ട് ആ കൂട്ടത്തിൽ ഒരു 2 പോസ്റ്ററുകൾ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സാധാരണഗതിയിൽ ഇംഗ്ലീഷിലൊന്നും പോസ്റ്ററുകൾ അങ്ങനെ നമ്മുടെ തലസ്ഥാനത്തെ ചുമരുകളിൽ പതിവില്ല. എന്തായാലും ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് പിന്നാലെ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്ററുകളിൽ ഇംഗ്ലീഷുമുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. വി രാജേഷിനെതിരെയാണ് ജില്ലാ കാര്യാലയത്തിന് മുൻപിലും സംസ്ഥാന കാര്യാലയത്തിന് മുമ്പിലും ഇത്തരത്തിൽ സാമ്പത്തിക വളർച്ച, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.